സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ അങ്കത്തട്ടിൽ പത്രിക സമർപ്പിച്ച് PV അൻവറും M സ്വരാജും. BJP സ്ഥാനാർത്ഥി അല്പസമയത്തിനകം പത്രിക നൽകും. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മലയോര കർഷകരുടെ നേതാവെന്ന് രാജീവ് ചന്ദ്രശേഖർ. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. അച്ഛൻ അമ്മ എന്ന് രേഖപ്പെടുത്തരുത്, രക്ഷിതാക്കൾ എന്നു മതി. ഉത്തരവ് കോഴിക്കോട് സ്വദേശികളുടെ ഹർജിയിൽ. ബെല്ലടിച്ചു, സ്കൂൾ തുറന്നു. പാട്ടും ചിരിയുമായി പ്രവേശനോത്സവം. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ. ആകെ 40 ലക്ഷത്തോളം കുട്ടികൾ വിദ്യാലയങ്ങളിൽ. സംസ്ഥാനത്ത് കോവിഡ് മരണം ഉയരുന്നതിൽ ആശങ്ക. മരണം 8ആയി. ചികിത്സയിലുള്ളത് 1435 രോഗികൾ. 24 മണിക്കൂറിനിടെ 35 പേർക്ക് രോഗബാധ. തുർക്കി കമ്പനികൾക്കെതിരെ നടപടി കടുപ്പിച്ച എയർ ഇന്ത്യ. സിവിൽ വ്യോമയാന മേഖലയിലെ സാന്നിധ്യം ഒഴിവാക്കും. MRO സേവനങ്ങൾ ടർക്കിഷ് കമ്പനികൾക്ക് നൽകില്ല. നടപടി തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിനു ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലെടുത്ത കേസുകൾ അവസാനിപ്പിക്കുന്നു. മൊഴി നൽകിയവർക്ക് കേസ് തുടരാൻ താൽപ്പര്യമില്ലെന്ന് അന്വേഷണ സംഘം. 35 കേസുകളിൽ 21 എണ്ണത്തിൽ റിപ്പോർട്ട് നൽകി. അമേരിക്കയിൽ യഹൂദരുടെ പ്രകടനത്തിന് നേരെ ഭീകരാക്രമണം. കൊളറാഡോയിൽ ഇസ്രയേൽ അനുകൂല പ്രകടനത്തിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. നിരവധി പേർക്ക് പരുക്ക്. അക്രമി കസ്റ്റഡിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. വികസനമാണ് BJPയുടെ പ്രധാന അജണ്ടയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാഗ്ദാനമല്ല, അത് നടപ്പാക്കാനാണ് BJP ശ്രമിക്കുന്നത്. നിലമ്പൂരിലും പ്രധാന പ്രചാരണ വിഷയം വികസനം തന്നെയാണ്. കേരളം മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിലമ്പൂരിൽ നിന്നും ശിവദാസ് കന്മനത്തിന്റെ റിപ്പോർട്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണ് BJPയുടെ ഒരു പ്രധാന പ്രചാരണ വിഷയങ്ങളും അതോടൊപ്പം തന്നെ പ്രതീക്ഷകളും മണ്ഡലത്തിൽ? അല്ല, വിഷയം ഒരു വ്യക്തമല്ലേ. ഇതുവരെ ഈ നിലമ്പൂരാണോ കേരളം മൊത്തമാണോ ഈ LDFും UDFും ഭരിച്ച 60-65 കൊല്ലം അവരൊന്നും ചെയ്തിട്ടില്ല. വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാത്ത ഒരു രാഷ്ട്രീയമായിരുന്നു ഇതുവരെ നടന്നത്. ഇവർ ജനങ്ങളെ വിഡ്ഢിയാക്കി, ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാതെ അഴിമതി ചെയ്യല്ലാണ്ട് ഇവർ ഒന്നും ചെയ്തിട്ടില്ല. ഈ പഴയ സ്റ്റൈൽ ഒരു രാഷ്ട്രീയം, ഒരു പവർ പോളിറ്റിക്സ്, ഒരു അവസരവാദ രാഷ്ട്രീയമാണ് ഇവർ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതൊരു ഓപ്ഷനാണ്. ജനങ്ങൾ തീരുമാനിക്കണം അത് വേണോ. ഇനി BJP NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയമാണോ വേണ്ടത്, അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളൊരു കാഴ്ചപ്പാടുണ്ട്. വികസിത കേരളം എന്ന വികസിത നിലമ്പൂർ, അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ വിഷന് അത് മുമ്പോട്ട് വയ്ക്കും. ജനങ്ങൾ തീരുമാനിക്കും എന്താണ് വേണ്ടത്. ഇതേ പഴയ ഒരു പ്രീണ രാഷ്ട്രീയം, അവസരവാദ രാഷ്ട്രീയമാണോ വേണ്ടത്, ഒരു മാറ്റം വേണോ, നമ്മൾ കുട്ടികൾക്കൊരു വിദ്യാഭ്യാസം, സ്കില്ലും തൊഴിലും അവസരം ഉള്ളൊരു രാഷ്ട്രീയമാണോ വേണ്ടത്, ഇവിടെ സ്റ്റേഡിയം 60 കൊല്ലമായിട്ട് സ്റ്റേഡിയം ഇല്ല, അത് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ, അതിൻ്റെ ചർച്ചയാണോ വേണ്ടത്? ഇതെല്ലാം വിട്ട് ഈ LDFും UDFും ഞങ്ങൾ ഇതാണ് മറ്റേത് പറഞ്ഞ് നടക്കുന്ന ആ രാഷ്ട്രീയത്തിന് പൊളിക്കാനും തകർക്കാനാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് ഈ പവർ പോളിറ്റിക്സും അവസരവാദ രാഷ്ട്രീയത്തിന് തകർക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന പ്രശ്നം മലയോര മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് വന്യജീവി ശല്യം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അത് മുൻപുണ്ടായിരുന്ന നിയമസഭാ സാമാജികർക്ക് അത് കൃത്യമായി ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇതുവരെ ഈ നാടിലെ പ്രശ്നങ്ങൾ, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല. LDF ആണോ UDF ആണോ? 10 കൊല്ലമായിട്ട് ഇവിടെ LDF ഭരിക്കുന്ന ഒരു MLA ആണ്. 10 കൊല്ലമായിട്ട് LDF ഭരിക്കുന്ന സർക്കാരാണ്. അതിനു മുമ്പ് എത്രയോ കൊല്ലം UDFും കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. അവർ ഇതുവരെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? മലയോര കർഷകരും മലയോര ജനങ്ങളുടെ ഈ വന്യമൃഗശല്യം, അവരുടെ ഒരു ലൈവ്ലിഹുഡിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ഒറ്റ പരിഹാരം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്, ശരി അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ. ചെയ്തിട്ടില്ല. അവർ വാഗ്ദാനം കൊടുക്കും, ഇലക്ഷൻ്റെ സമയത്ത് വാഗ്ദാനം കൊടുക്കും, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങ് വിട്ട് പവർ പോളിറ്റിക്സും അവസരവാദ രാഷ്ട്രീയം ചെയ്യും. ഇത് 60 കൊല്ലം 65 കൊല്ലമായിട്ട് നടന്ന ഒരു കാര്യമാണ്. ഈ ബൈ ഇലക്ഷനിൽ ആ ഒരു രാഷ്ട്രീയത്തിലൊരു മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ജനങ്ങൾ അത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 തവണ PV അൻവറായിരുന്നു ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ MLA. ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? നോക്കൂ, ഈ LDFും UDF എന്ന് പറഞ്ഞാൽ അത് PV അൻവറാണോ, സ്വരാജ് ആണോ, ഷൗക്കത്താണോ, ഇവർക്ക് ആർക്കും ഒരു ഐഡിയോളജി ബേസ് ഒന്നുമില്ല. അവർ ഈ അവസരവാദ രാഷ്ട്രീയം അല്ലാണ്ട് അവരടുത്തു കൂടെ പോയിട്ടില്ല. ജനങ്ങളെ സേവിക്കാനോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഇവിടെ ഗുണം എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഇതുവരെ അവർ വിചാരിച്ചിട്ടില്ല, ചിന്തിക്കൂല്ല. അപ്പോൾ അവർ ഇങ്ങനെ ഈ പവർ പോളിറ്റിക്സ്, അവസരവാദ രാഷ്ട്രീയം, എനിക്ക് സീറ്റ് കിട്ടണം, അല്ല എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മത്സരിക്കും, നിങ്ങൾക്ക് കിട്ടിയാൽ ഞാനും മറ്റവൻ മത്സരിക്കും, ഇതല്ലാണ്ട് ഒരു ഒറ്റ വാക്ക് ജനങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ ഗുണത്തിനെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല, പറയാൻ കഴിയില്ല. അവർക്ക് അതല്ല ചെയ്യേണ്ടത്. അവർക്ക് പവർ വേണം, എങ്ങനെയെങ്കിലും പവർ വേണം. ഈ പാർട്ടിയിലല്ലെങ്കിൽ മറ്റേ പാർട്ടിയിലല്ലെങ്കിൽ മറ്റേ പാർട്ടി. ഒന്നും ചെയ്യാണ്ട് വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കി ഡിസ്ട്രാക്ട് ചെയ്ത് പവറിൽ വരണം. അതാണ് അവരുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇവിടെ മാറ്റം കൊണ്ടുവരണം. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വേണം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, സ്കില്ലിങ്, അവസരം, തൊഴിൽ ഉണ്ടാക്കണം. ഇവിടെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. ഇതെല്ലാം ഞങ്ങൾ പറയും. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വികസനം, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയം, ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയം, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ശക്തമായിട്ട് മുമ്പോട്ട് വയ്ക്കും. തീർച്ചയായും അതുതന്നെയാണ്, വികസനം തന്നെയാണ് BJPക്ക് മുൻപിലുള്ള പ്രധാന ലക്ഷ്യം. അതുതന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയം എന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, നിലമ്പൂർ. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണം. ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പകരം രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്തണം. രക്ഷിതാക്കളുടെ ലിംഗഭേദം രേഖപ്പെടുത്തരുതെന്നും ഹൈക്കോടതി ഉത്തരവ്. ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ് ദമ്പതികളുടെ ഹർജിയിലാണ് ഉത്തരവ്. നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, എപ്പോഴാണ് റോഡ് ഷോ തുടങ്ങുക? വലിയ പ്രകടനമായി പത്രിക സമർപ്പിക്കാനാണോ BJPയും NDAയും ശ്രമിക്കുന്നത്? റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇതാ അണികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിരവധി പേർ ഇവിടെ ഈ ജ്യോതിപ്പടി എന്ന സ്ഥലത്ത് നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വാദ്യമേശ ഗോളങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റോഡ് ഷോ തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. NDAയുടെ ഘടകകക്ഷി നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം
എല്ലാം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ അവരെ കണ്ടിരുന്ന കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടി തന്നെ, പ്രത്യേകിച്ച് നിലമ്പൂർ നിയമസഭാ മണ്ഡലം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിനാണ് BJP നേതൃത്വം നൽകുക. പ്രത്യേകിച്ച് മലയോര മേഖല കൂടുതൽ ഉള്ള, മലയോര ജനത കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അത്തരത്തിൽ ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടായിരിക്കും ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP പ്രധാന പ്രചാരണ വിഷയം തന്നെ. പ്രത്യേകിച്ച് വന്യജീവികൾ കൂടുതൽ ഉള്ള ഒരു പ്രദേശം, വന്യജീവി ആക്രമണം കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ മാത്രം, അതായത് ജനുവരി മുതൽ ഈ 5 മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം 8 പേരോളമാണ് ഈ വന്യജീവി ശല്യത്തിൽ, വന്യജീവി ആക്രമണത്തിൽ ഇവിടെ അവരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം നേരിടുന്നത്. ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായൊരു നിലപാടുകളോ അല്ലെങ്കിൽ കൃത്യമായ പരിഹാര നടപടികളോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരോ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന MLAയോ ഒന്നും തന്നെ ഇക്കാലയളവിൽ എടുത്തിട്ടില്ല. അതിനു മുൻപ് ഇവിടെ കഴിഞ്ഞ തവണ LDFിൻ്റെ MLA PV അൻവർ ആയിരുന്നു. അതിനും തൊട്ട് മുൻപ് UDFിൻ്റെ MLA ആയിരുന്നു ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു മുൻകാലങ്ങളിൽ ഇവിടെ MLA ആയിരുന്നത്. നിരവധി വർഷങ്ങൾ അദ്ദേഹം MLA ആയി തുടർന്നു. അതിനുശേഷം 2 ടൈം ഇപ്പോൾ LDFിൻ്റെ PV അൻവർ ആയിരുന്നു. PV അൻവറും ഇത്തരം വിഷയങ്ങൾ സാധാരണ രീതിയിൽ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന ഒരു പതിവാണ് PV അൻവറിനും ഉള്ളത്. മലയോര മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ നടപടികൾ അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തുറന്നു കാട്ടുകയും അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി പരിഹാര നടപടികൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് NDAയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുതന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ നമ്മളോട് സംസാരിച്ചതും. കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ പറയുകയും വാഗ്ദാനം നൽകുകയും മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് അതിനുള്ള പരിഹാരങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് കൃത്യമായ ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യം എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഇടത് വലത് മുന്നണികൾ നൽകുന്നത് പോലുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് NDAയുടെ കൃത്യമായ ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇപ്പോൾ ഈ മത്സര രംഗത്ത് NDAക്ക് വേണ്ടി മത്സരിക്കാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷത്തിൽ കൂടുതലായി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൃത്യമായി തന്നെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് ഉള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാർത്തോമ സഭയുടെ ഇപ്പോൾ പ്രവർത്തകർ അവിടെ എവിടെയായി കൂട്ടം കൂടി നിൽപ്പുണ്ട് എന്നറിയാം. അവരിലേക്ക് പോയി അവരുടെ ആവേശം കൂടി പ്രേക്ഷകരിൽ എത്തിക്കാൻ ശ്രമിക്കുമോ? ശിവദാസ്, കേൾക്കാമെങ്കിൽ അവിടെ എവിടെയായി പ്രവർത്തകർ കൂടി നിൽപ്പുണ്ട്. അവരെല്ലാവരും കൂടി ഒരിടത്ത് ഒരുമിച്ച് വലിയൊരു പ്രകടനമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണല്ലോ നീക്കം. അപ്പോൾ അവരുടെ ആവേശത്തിലേക്ക് പോകാമെങ്കിൽ പ്രേക്ഷകർക്കത് എത്തിക്കാമായിരുന്നു. തീർച്ചയായും ഇപ്പോൾ നിലവിൽ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന് തൊട്ടു പിറകിലായി തന്നെയാണ് BJPയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇപ്പോൾ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്നത്. അതിന് ഉള്ള എല്ലാ തയ്യാറെടുപ്പുമുണ്ട്. നിരവധി പ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്താണ് BJPയുടെ ഈ ഒരു ലക്ഷ്യം? അതോ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ ഒരു മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും വിജയസാധ്യത തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. 100% വിജയസാധ്യതയോടുകൂടി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. പ്രവർത്തകരുടെ ഒരു ആവേശം ഒക്കെ എങ്ങനെ? കാരണം ഒരു മലയോര മേഖലയിൽ പ്രവർത്തിച്ച് പരിചയം ഉള്ള ഒരു വ്യക്തി, സീനിയറായിട്ടുള്ള ഒരു നേതാവ്, അതായത് കേരള കോൺഗ്രസിൽ ഏകദേശം 10-40 വർഷത്തിൽ കൂടുതലായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി ആണ് സ്ഥാനാർത്ഥി. എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തകരുടെ ഒരു ആവേശം ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും പ്രവർത്തകരെല്ലാം സജീവമായ ഒരു നല്ല ആവേശത്തിൽ തന്നെയാണ്. പൂർണ്ണമായിട്ടും പ്രവർത്തകരെല്ലാം നല്ല രീതിയിൽ വന്ന പുതിയ സ്ഥാനാർത്ഥിയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തകരെല്ലാം സജീവമായിട്ട് തന്നെ ആവേശത്തോടെ രംഗത്ത് എത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പ്രചാരണങ്ങളിലെല്ലാം തന്നെ സജീവമായി തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും ഇനിയുള്ള ബാക്കിയുള്ള 18 ദിവസം സജീവമായിട്ട് അരിയും തലമുറയ്ക്ക് പറ്റുന്ന എല്ലാ സംവിധാനവും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്, ആദിവാസികൾ കൂടുതലായി തിങ്ങി പാർക്കുന്നൊരു സ്ഥലം കൂടിയാണ്. വന്യജീവി ശല്യം നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ മുൻകാലങ്ങളിലുള്ള MLAക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ആയിരിക്കില്ല പ്രധാനമായും ഇവിടെ ഒരു പ്രചാരണ വിഷയമായി ഉയർന്നു വരിക.
തീർച്ചയായിട്ടും നോക്കൂ, കാലങ്ങളായി ഇടതുപക്ഷവും വലതുപക്ഷവും കാലങ്ങളായി ഈ നാട്ടിലെ വോട്ടർമാരെ, പ്രബുദ്ധരായ വോട്ടർമാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലും ആദിവാസി മേഖലയിലും കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ഈ വന്യമൃഗ ശല്യങ്ങളും കൊണ്ട് ഈ നിലമ്പൂർ മേഖല പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും NDAയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഈ വിഷയങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് സജീവമായിട്ട് തന്നെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ മുന്നിലേക്കുണ്ടാവും. കുറേ കാലമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും മലയോര മേഖലയിലെ ക്രിസ്ത്യൻ പ്രതിനിധിയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ കാർഷിക മേഖലയിലും ഈ പറയുന്ന എല്ലാ മേഖലയിലും ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വലിയൊരു വിജയപ്രതീക്ഷ. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. നോക്കൂ, ഈ പ്രവർത്തകർ വികാരവും ആവേശങ്ങളും നോക്കൂ, സജീവമായിട്ട് ഈ സമയം പോലും ഇപ്പോൾ സമയത്തായി 1.4 ഈ 1.4 പോലും ഈ പ്രവർത്തകർ വെയിലും എല്ലാം സഹിച്ചുകൊണ്ട് 100% വിജയ ശതമാനം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. PV അൻവറിൻ്റെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? അൻവറും കൂടി മത്സരിക്കുന്നുണ്ട് ഇവിടെ. PV അൻവർ നിലമ്പൂർ ഒരു വിഷയമേ അല്ല. നിലമ്പൂർ നിവാസികൾക്കും നിലമ്പൂരിലെ ജനതയ്ക്കും PV അൻവർ എഫക്റ്റ് എന്താണെന്നോ PV അൻവർ എന്താണെന്നോ അറിയുക പോലുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട മത്സരവും BJPയും കോൺഗ്രസും തമ്മിലാണ്. കഴിഞ്ഞ 2 തവണയായിട്ട് PV അൻവർ ആയിരുന്നു ഇവിടെ MLA ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടലുകളോ വികസന പദ്ധതികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, അങ്ങനെയാണോ? നോക്കൂ, നാടിൻ്റെ മനമറിഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഇന്നോളം PV അൻവറോ ഇടതുപക്ഷ പാർട്ടിയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് നന്നേ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് സാധ്യതയുണ്ട്. ഇനിയുള്ള കാലങ്ങളിലും BJPക്ക് തന്നെ ഉള്ളൂ സാധ്യത എന്നുള്ള കാര്യം ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇടത് വലത് മുന്നണികൾക്ക് കാര്യമായി ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ജനങ്ങൾ, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുള്ള ജനങ്ങൾ ഇക്കാര്യത്തിൽ വലിയൊരു പ്രതിഷേധത്തിലും രോഷത്തിലുമാണ്. അതെല്ലാം തന്നെ അനുകൂലമായി മാറും എന്നൊരു പ്രതീക്ഷയിലാണ് NDA മുന്നണിക്കുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഈ ജനങ്ങളും പങ്കുവെക്കുന്നത്. കൃഷ്ണരാജ്, ശരി, ഏതായാലും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. അത് പ്രകടനമായാവും. അണികളൊക്കെയും പ്രവർത്തകരൊക്കെയും അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മര. സംസ്ഥാനത്തെ കോവിഡ് മരണസംഖ്യ 8 കഴിഞ്ഞ ദിവസവും കേരളത്തിൽ ഒരു മരണം സംഭവിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 1435 കോവിഡ് കേസുകളുണ്ട്. 24 മണിക്കൂറിനിടെ 35 പേർ രോഗബാധിതരായി. വിവരങ്ങളുമായി പ്രജിത്ത് ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് എന്ന ആശങ്ക സജീവമാവുകയാണോ? ഈ മരണസംഖ്യ അതാണോ സൂചിപ്പിക്കുന്നത്? അപ്പോൾ വിളിച്ചു പറയാം. അപ്പോൾ ഞാൻ താഴെ അറിയിക്കാം. കൃഷ്ണരാജ, ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ വ്യാപിക്കുന്ന വകഭേദത്തിന് തീവ്രത കുറവാണെന്നും അത് വ്യാപനശേഷി മാത്രമാണ് കൂടുതലുള്ളതെന്നുമൊക്കെ, അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങളുള്ളവർ മാത്രം ആശങ്കപ്പെട്ടാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രിയൊക്കെ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സംസ്ഥാനത്ത് തുടർച്ചയായി കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ 24 മണിക്കൂർ, അതായത് കഴിഞ്ഞ ദിവസത്തെ കണക്കാണ് ഇന്ന് രാവിലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത്. അങ്ങനെ കഴിഞ്ഞൊരു 3 ദിവസം തുടർച്ചയായി സംസ്ഥാനത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ആയിരക്കണക്കിന് കേസുകൾ ഒരേ സമയം റിപ്പോർട്ട് ചെയ്യുകയും ആ സമയത്ത് 1-2 മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ആശങ്കയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ 35 കേസുകളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ മരണങ്ങളും ഒപ്പം സംഭവിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത്. 2025 8 മരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രം കോവിഡ് ബാധിച്ചുണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കേരളത്തിലും മഹാരാഷ്ട്രയിലും 8 മരണങ്ങൾ വീതം സംഭവിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ കാലയളവിൽ കോവിഡ് മരണങ്ങൾ സംഭവിച്ച 2 സ്റ്റേറ്റുകളാണ് കേരളവും മഹാരാഷ്ട്രയും. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവിൽ രാജ്യത്താകെ 3961 പേരാണ് കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ കോവിഡ് രോഗബാധിതരായി ഉള്ളത്. ഇവരിൽ 1435 പേരും കേരളത്തിലാണ് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ എത്രത്തോളം ആശങ്കാജനമാണ് എന്ന് പറയേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ കേസുകൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഇത്രയും അധികം കോവിഡ് രോഗികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ളത് മഹാരാഷ്ട്രയിലാണ്. പക്ഷേ മഹാരാഷ്ട്രയിലെ കേസുകൾ എന്ന് പറയുന്നത് 506 രോഗികൾ മാത്രമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോഴുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും. തീവ്രത കുറവാണെന്ന് പറയുന്നു, പക്ഷേ തുടർച്ചയായി മരണങ്ങൾ
മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഒരു 24-കാരിയുടെ മരണവും കോവിഡ് ബാധിച്ചാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട സാഹചര്യം. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച ഇപ്പോൾ ഏറ്റവും പുതിയതായി മരിച്ച ആളുടെ ഡീറ്റെയിൽസ്, അതായത് എത്ര വയസ്സുള്ള ആളാണ്, മറ്റനുബന്ധ രോഗങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ കേരളം അത് കേന്ദ്രത്തിന് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടാകുന്നു, കേന്ദ്രം അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കേരളത്തിൽ ഇത് സംബന്ധിച്ച ഏതെങ്കിലും രീതിയിലുള്ള ഒരു സർവേലൻസോ നിരീക്ഷണമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ ആരോഗ്യവകുപ്പിലെ ഉന്നത വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഈ കണക്കുകൾ എടുക്കുന്നതെല്ലാം കേന്ദ്രമാണ് എന്നുള്ള ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണം, കണക്കെടുപ്പ്, ഈ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു സർവേലൻസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. അതോടൊപ്പം തന്നെ തുടർച്ചയായി ഇത്രയധികം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയാണ് ഈ മരണമുണ്ടായത്, ആരാണ് മരിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഒരു കോവിഡ് മരണം കൂടി കേരളത്തിൽ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസ്ഥാന സർക്കാർ ഒരു വ്യക്തത വരുത്തുന്ന ഒരു വിശദീകരണ കുറിപ്പോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് പോലും പുറത്തിറക്കാനുള്ള ഒരു മനസ്സ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിൽക്കുന്നു. വലിയ ആശങ്കയില്ല എന്നുള്ളത് മാത്രമാണ് ആരോഗ്യമന്ത്രിയുടേതായി കൂടിയൊരു സ്റ്റേറ്റ്മെൻറ്റായി പുറത്തു വന്നത്. അപ്പോഴും ഈ 8 മരണങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊരു വലിയ കണക്കാണ്. അത് രാജ്യത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ രാജ്യത്താകെ 2025 രേഖപ്പെടുത്തിയത് 32 മരണങ്ങളാണ്. അതിൽ 8 മരണങ്ങളും കേരളത്തിലാണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. അതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ 24 വയസ്സുകാരുടെ മരണമാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ വലിയ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിവരങ്ങൾ കൃത്യമായി പുറത്തുവിട്ട് ജനങ്ങളെ ഇക്കാര്യം ധരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, വീണ്ടും ആശങ്കയെന്നോണം കോവിഡ് തലപൊക്കുന്നു. സംസ്ഥാനത്ത് മരണസംഖ്യ 8 വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ. കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സംസ്ഥാനത്തെ കണക്ക് വർദ്ധിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ന്യായീകരണം. വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവാണ്. മറ്റു രോഗങ്ങൾ ഉള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. കേരളത്തിൽ എപ്പോഴും കൂടുതൽ കാണുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടുമാണ്. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത് കോവിഡ് മരണം ഏറ്റവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. മറ്റിടങ്ങളിലേക്കാളും കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. വ്യാപനശേഷി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ, രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ്. അത് ദയവായിട്ട് എല്ലാവരും ഓർക്കണം. കാരണം മറ്റു രോഗങ്ങളുള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു രോഗങ്ങളുള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം. എല്ലാവരും ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കലവൂർ സ്കൂളിൽ രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. 9:30 വേദിയിൽ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരവും നടന്നു. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇന്ന് രാവിലെ 10 മണിക്ക് പ്രവേശനോത്സവം നടന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. ഈ അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ പ്രവർത്തന സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാക്കി. ഈ വർഷം ഇറക്കിയ അക്കാദമിക് കലണ്ടറിലാണ് ഹൈസ്കൂളുകളിൽ പ്രവർത്തന സമയം അരമണിക്കൂർ കൂട്ടാൻ തീരുമാനിച്ചത്. വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സമയമാറ്റം. അവധിയുടെ ആലസ്യം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ഹൈക്കോടതിയുടെ അന്ത്യശാസനയ്ക്ക് പിന്നാലെയാണ് സ്കൂൾ പ്രവൃത്തി സമയം ഇന്നു മുതൽ കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ തീരുമാനത്തിന് നിമിത്തമായത് മൂവാറ്റുപുഴ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ CK ഷാജി നടത്തിയ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടമാണ്. അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പുതിയ സമയക്രമത്തിലായിരിക്കും പ്രവൃത്തി ദിനങ്ങൾ. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ പഠനം അധികമായും ഹൈസ്കൂളുകളിൽ 6 ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനവും ഉൾപ്പെടുന്നതായിരിക്കും അക്കാദമിക് കലണ്ടർ. ഒരു അക്കാദമിക് വർഷം 220 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകണമെന്നാണ് ചട്ടം. പക്ഷേ അത് കേരളത്തിൽ നടപ്പാക്കിയിരുന്നില്ല. ഈ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ CK ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതാണ്ട് 200 ദിവസത്തെ പ്രവൃത്തി ദിനം സർക്കാർ പ്ലാൻ ചെയ്താൽ പോലും 150, 160, 170 ദിവസം വരെയാണ് മാക്സിമം ഒരു വർഷം പ്രവൃത്തി ദിനമായിട്ട് കിട്ടാറുള്ളൂ. കേരളത്തിലെ നമുക്ക് 365 ദിവസം ഉള്ളതിൽ
ഒരു 150-നും 170-നും ദിവസം ഇടയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയാൽ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പലതും പഠിപ്പിച്ചു തീർക്കാൻ അധ്യാപകർക്കും കഴിയുന്നില്ല. ഒപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് അവർക്ക് പഠിച്ചു മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ഒപ്പം വർഷങ്ങൾക്കിപ്പുറം അനുകൂലമായ ഹൈക്കോടതി വിധി എത്തി. വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനവും എടുത്തു. അങ്ങനെ ആ കണ്ടംപ്റ്റ് പെറ്റീഷനിൽ ഗവൺമെന്റിനോട് ഈ ജൂൺ മാസം 11-ാം തീയതിക്ക് മുമ്പ് കോടതിയെ ഈ 220 ഡേയ്സ് നടപ്പിലാക്കി ഗവൺമെന്റിനെ കോടതിയെ അറിയിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന്റെ വെളിച്ചത്തിൽ കേരള ഗവൺമെന്റ് 220 ഡേയ്സ് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ന് ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. പുതിയ അക്കാദമിക് കലണ്ടർ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് CK ഷാജി പറഞ്ഞു. എന്തായാലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു സന്തോഷമാണ്. കാരണം കുട്ടികൾ സ്കൂളിലാണ് പഠിക്കേണ്ടത്. വീട്ടിലിരുന്നാൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സാഹചര്യമില്ല. അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്ന് പഠിപ്പിക്കണം. അതുപോലെ സ്പോർട്സ് ടൈമുണ്ട്. ആ ടൈമിൽ അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ ഇങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യിക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് കുട്ടികൾ മാനസികമായിട്ട് വളരുന്നത്. ജനം, കൊച്ചി. സ്കൂളുകൾ തുറന്നിട്ടും അധിക സമയ ക്രമീകരണത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു. രാവിലെയും വൈകിട്ടും അരമണിക്കൂറാണ് അധികം അധ്യയനം ക്രമീകരിച്ചിട്ടുള്ളത്. അതേസമയം പുതുക്കിയ ക്രമീകരണത്തിൽ വെള്ളിയാഴ്ച ഒഴിവാക്കിയതിലും ആശയക്കുഴപ്പവും വിമർശനവും ശക്തമാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണനിലവാര വർധന മേൽനോട്ട സമിതിയുടെ യോഗത്തിലാണ് സ്കൂൾ സമയം മാറ്റുന്നതടക്കമുള്ള തീരുമാനമുണ്ടായത്. സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയവും കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് സമയം കൂട്ടുന്നത്. ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകുകയാണ്. ഒപ്പം തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകൾ കൂടി ക്ലാസുകൾ ഉണ്ടാകും. വെള്ളിയാഴ്ചയെ ഒഴിവാക്കിയതിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആകെ 205 പ്രവൃത്തി ദിവസങ്ങൾ. UP ക്ലാസുകളിൽ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 പ്രവൃത്തി ദിനമാക്കി. LP ക്ലാസുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള 198 പ്രവൃത്തി ദിനമാണ് ഉള്ളത്. വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് LP ക്ലാസുകളിൽ പ്രതിവർഷം 800 മണിക്കൂർ ക്ലാസ്സാണ് നിർദ്ദേശിക്കുന്നത്. അതിന് ഈ പ്രവൃത്തി ദിനങ്ങൾ മതിയാകും. ഹൈസ്കൂളുകളിൽ 1200 മണിക്കൂർ പഠന സമയം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് 7 അധിക പ്രവൃത്തി ദിവസങ്ങൾക്കൊപ്പം ദിവസവും അരമണിക്കൂർ കൂട്ടുന്നത്. സ്കൂൾ അക്കാദമിക് കലണ്ടർ പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച സമിതി ഒരു ക്ലാസുകളിലും ശനിയാഴ്ചകളിൽ ക്ലാസ് വേണ്ടെന്നും ഹൈസ്കൂളുകളിൽ മാത്രം ദിവസവും 1 മണിക്കൂർ വീതം പ്രവൃത്തി സമയം കൂട്ടാനുമാണ് നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം ഹൈസ്കൂൾ പ്രവൃത്തി സമയം ദീർഘിപ്പിക്കുന്നത് ഹൈസ്കൂളും UP സ്കൂളും ഒരുമിച്ചുള്ള ഇടങ്ങളിൽ സ്കൂൾ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിലുൾപ്പെടെ പ്രായോഗിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അധ്യാപകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഈ അരമണിക്കൂർ വർധനയിൽ ക്ലാസുകൾ ക്രമീകരിക്കുന്നത് എങ്ങനെ എന്നതിലും ആശങ്കയുണ്ട്. ആദ്യ 2 ആഴ്ച പാഠപുസ്തകം സംബന്ധിച്ച ക്ലാസുകളില്ലെങ്കിലും മുഴുനീള ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷകർത്താക്കളും ബുദ്ധിമുട്ടാനിടയുണ്ട്. പ്രതിഷേധങ്ങൾക്കും ഇത് വഴിവെച്ചേക്കും. ജനം, തിരുവനന്തപുരം. ആഘോഷപൂർവ്വം സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തിലെ തെക്കൻ ആര്യാട് ഗവൺമെന്റ് VVSD LP സ്കൂളിൽ വിദ്യാർത്ഥികൾ എത്തുന്നത് പരാധീനതകൾക്ക് നടുവിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിട നിർമ്മാണം അടിത്തറ കെട്ടി ഉപേക്ഷിച്ച നിലയിലാണ്. ദുരിതാശ്വാസ കേന്ദ്രത്തിന്റെ ടിൻ ഷീറ്റിട്ട കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസ് മുറി പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. നാട്ടിലെങ്ങും സ്മാർട്ട് ക്ലാസ് റൂം എന്ന് വീമ്പിളക്കി പ്രവേശനോത്സവം ആഘോഷമാക്കുമ്പോഴാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തന്നെ തെക്കനാരിയാട് ഗവൺമെന്റ് VVSD LP സ്കൂളിലെ ടിൻഷീറ്റിട്ട മറച്ചുകെട്ടിയ ഭിത്തികളില്ലാത്ത ഷെഡിലെ ക്ലാസ് മുറിയിലേക്ക് കുരുന്നുകുട്ടികൾ എത്തുന്നത്. സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ബലവത്തായ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പ്രാഥമിക ഘട്ടത്തിൽ നിലച്ചതോടെ അവിടമാകെ കാടുകയറി കിടക്കുന്നു. വിഷജീവികളുടെ ആക്രമണം ഭയന്നാണ് നിലവിൽ കുട്ടികൾ ഇവിടേക്ക് എത്തുന്നത്. 3 വർഷമായിട്ടും അടിത്തറയിൽ മാത്രം നിർമ്മാണം പ്രവർത്തനം ഒതുങ്ങുകയാണ്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ സാധാരണക്കാരായ കയർ ഫാക്ടറി തൊഴിലാളി മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾ ഇരിക്കുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശത്തെ ജനങ്ങളെ താമസിപ്പിക്കുന്ന ഒരു ഷെൽട്ടറിൽ ആണ് 3 ക്ലാസ് റൂം നടക്കുന്നത്. ബാക്കി ഷീറ്റിട്ട 2 ഷെഡുകളിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഇടുങ്ങിയ ക്ലാസ് മുറികളും
മറ്റു കാര്യങ്ങൾ. പിന്നെ പുറകുവശം കാട് പിടിച്ച് കിടക്കുകയാണ്. പാമ്പും പഴുതാരിയൊക്കെ കയറി വരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിത ബോധവും ഇല്ലാത്ത പിന്നെ LP സ്കൂളിലുള്ള കുഞ്ഞുങ്ങളാണെന്നുള്ള ഒരു ബോധം ഇല്ലാതെയാണ് വിദ്യാലയം തുറക്കാൻ പോകുന്നത്. ആര്യാട് പഞ്ചായത്തിലെ ഏക LP സ്കൂളിൽ നിന്നാണ് ഈ ദുരവസ്ഥ. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. 250-ലധികം കുട്ടികൾ പഠിക്കുന്ന അപൂർവം ഗവൺമെൻറ് LP സ്കൂളിലൊന്നാണ് ഇത്. വളരെ നല്ലൊരു കെട്ടിടമായിരുന്നു കിഴക്കോട്ട് ഞാൻ തെക്കോടെ കൊണ്ടായിരുന്നു. അന്ന് മെയിൻ്റനൻസ് ചെയ്തെടുത്താലും 1 വർഷം മതിയാവുമായിരുന്നു. പക്ഷേ അത് മൊത്തത്തിൽ പൊളിച്ചു. ഉടനെ ശരിയാകും, 1 വർഷത്തിനുള്ളിൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 3 വർഷമായി ഈ ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ പറയാമെന്നുള്ളത് പലവട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ സ്കൂളിനോടുള്ള സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും പ്രതികരണത്തിലാണ് പ്രവേശനോത്സവത്തിലെ പ്രഖ്യാപനത്തിനപ്പുറം വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ സമീപനം പ്രകടമാകുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് വീമ്പ് പറഞ്ഞ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമാക്കുമ്പോൾ ഈ ആഘോഷം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ ആര്യാട്ടെ ഏക ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ദുരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്ത് ലഹരി മാഫിയകൾ സജീവമാകാൻ സാധ്യത. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകളിൽ നിരീക്ഷണം ശക്തമാക്കും. സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ പരിസരങ്ങളടക്കം ലഹരി മാഫിയകൾ നോട്ടമിടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാനാണ് എക്സൈസും ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് 100-ലധികം സ്കൂളുകൾ എക്സൈസിന്റെ ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ അടക്കം ഇതിൽപ്പെടും. അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഈ സ്ഥലങ്ങളിലെല്ലാം ലഹരി മാഫിയ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ടുകളായി നിശ്ചയിച്ചിരിക്കുന്ന സ്കൂളുകളും പരിസരങ്ങളും നിരന്തരമായി നിരീക്ഷിക്കാനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. സ്കൂളുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിലും മറ്റ് ഇതര കേന്ദ്രങ്ങളിലും നിരീക്ഷിക്കുവാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകുന്നുണ്ട്. ലഹരിക്കെതിരെ ശക്തമായ നീക്കം നടത്താനാണ് എക്സൈസ് വകുപ്പ് ഒരുങ്ങുന്നത്. സ്കൂൾ അധികൃതരും കുട്ടികളുടെ മാതാപിതാക്കളുമായി ചേർന്ന് ബോധവൽക്കരണമടക്കമുള്ള നടപടികളിലേക്കും എക്സൈസ് കടക്കും. കഴിഞ്ഞ അധ്യയന വർഷം സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കോളേജുകൾക്ക് പുറമെ ലഹരി വ്യാപനം സ്കൂളുകളിലേക്ക് കൂടി വ്യാപിച്ചത് കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് ശക്തമായ നിരീക്ഷണം നടത്താൻ എക്സൈസ് തയ്യാറെടുക്കുന്നത്. ജനം, തിരുവനന്തപുരം. സ്കൂൾ പ്രവേശനത്തിന് കാത്തിരുന്ന 4.5 വയസ്സുകാരിക്ക് ഓടയിൽ വീണ് ദാരുണാന്ത്യം. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശികളായ അനീഷ്, രശ്മി ദമ്പതികളുടെ മകൾ അക്ഷികയാണ് മരിച്ചത്. കൊല്ലം പന്മന വടുതലയിലെ മാതൃവീടിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കഴിഞ്ഞ കുറച്ചു നാളുകളായി പന്മനയിലെ അമ്മയുടെ വീട്ടിലായിരുന്നു കുട്ടി. ഇന്നലെ വൈകിട്ട് ഓടയിലേക്ക് ജലം ഒഴുകി വരുന്ന സ്ഥലത്ത് കളിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കാൽവഴുതി ഓടയിലേക്ക് വീഴുകയായിരുന്നു. 200 മീറ്ററോളം കുഞ്ഞ് വെള്ളത്തിൽ ഒഴുകിപ്പോയി. സംഭവം കണ്ട് പ്രദേശവാസികൾ ഓടിയെത്തി. കുഞ്ഞിനെ പുറത്തെടുത്ത് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാനിരിക്കെയാണ് അപകടം സംഭവിച്ചത്. സംഭവം നടക്കുമ്പോൾ മകളുടെ സ്കൂൾ പ്രവേശനത്തിനുള്ള സാധന സാമഗ്രികൾ വാങ്ങാനായി മാതാപിതാക്കൾ കടയിൽ പോയിരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ദാരുണാന്ത്യം ഒരു നാടിനെയാകെ നൊമ്പരക്കടലിലാക്കിയിരിക്കുകയാണ്. ജനം, കൊല്ലം. പെരുമ്പാവൂർ പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പ് കേസിൽ അസം സ്വദേശി മുബാറക് ഹുസൈൻ്റെ മൊബൈൽ ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തു പോലീസ്. മറ്റൊരു കേസിൽ പരാതിക്കാരനായി എത്തുന്നതിന് മുൻപ് തന്നെ ദുരൂഹമായ ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതായി സംശയം. മുബാറക്കിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പാകിസ്ഥാനികളും അഡ്മിന്മാരാണെന്ന് കണ്ടെത്തിയിരുന്നു. മുബാറക്കിൻ്റെ കേരളത്തിലെ ബന്ധങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിച്ചു വരികയാണ്. 12 വർഷത്തോളമായി മുബാറക് ഹുസൈൻ കേരളത്തിലുണ്ട്. അസം സ്വദേശിയെന്ന് വ്യക്തമാക്കുന്നതാണ് തിരിച്ചറിയൽ രേഖകൾ. എന്നാൽ മുബാറക്കിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്നതിലും കൊച്ചിയിലെ ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നെന്ന വിവരത്തിലും അന്വേഷണമുണ്ട്. മൊബൈൽ ഫോണിന്റെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ആലുവ റൂറൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. വിശദമായ പരിശോധനയാണ് ആവശ്യപ്പെട്ടുള്ളത്. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിലെ തന്റെ താമസ സ്ഥലത്ത് 5-അംഗ സംഘം അതിക്രമിച്ചു കയറി പണം അപഹരിച്ചെന്ന പരാതിയുമായാണ് മുബാറക് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. മൊഴികളിൽ സംശയം തോന്നി മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. മറ്റു ചില സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൂടെ കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ കണ്ടതിനും പ്രചരിപ്പിച്ചതിനും പ്രതിക്കെതിരെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഫോണിൽ നിന്ന് ചില വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തതായാണ് പോലീസ് സംശയിക്കുന്നത്. സൈബർ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ ഇത് വ്യക്തമാകും. ഫോണിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചി എണ്ണ ശുദ്ധീകരണശാല എന്നിവയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് പ്രതി മുമ്പ് താൽക്കാലിക ജോലികൾ ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നത്. ജനം, കൊച്ചി. സിവിൽ വ്യോമയാന രംഗത്തെ ടർക്കിഷ് കമ്പനികളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ നടപടികളുമായി എയർ ഇന്ത്യയും.
എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സേവനങ്ങൾ നടത്തുന്നതിൽ നിന്നും ടർക്കിഷ് കമ്പനികളെ ഒഴിവാക്കും. ടർക്കിഷ് എയർലൈൻസിൽ നിന്നും വാടകയ്ക്കെടുത്ത ഇൻഡിഗോയുടെ ബോയിങ് 777 വിമാനം തിരിച്ചു നൽകാൻ DGCA 3 മാസം സമയം അനുവദിച്ചു. ടർക്കിഷ് കമ്പനിയായ സെലബിയെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ വിഭാഗങ്ങളിൽ നിന്നും ഭാരതം വിലക്കിയിരുന്നു. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ക്ലിയറൻസ് മെയ് 15 റദ്ദാക്കിയതിന് ശേഷമാണ് സെലബിയുടെ പ്രവർത്തനം നിലച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് ടർക്കി സ്വീകരിച്ചതിനെ തുടർന്നാണ് കമ്പനികളെ ഒഴിവാക്കിയത്. സുപ്രധാനമായ മേഖലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ലക്ഷ്യം. സമാന നീക്കവുമായാണ് എയർ ഇന്ത്യയുടെ നടപടികളും ആരംഭിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, ഓവർഹോൾ, റിപ്പയർ സേവനങ്ങൾ നൽകുന്നത് നിന്നും ടർക്കിഷ് കമ്പനിയെ ഒഴിവാക്കി. എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസനാണ് ഇക്കാര്യം അറിയിച്ചത്. ടർക്കിഷ് കമ്പനിയിൽ നിന്നും ലീസിനെടുത്ത വിമാനങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ ഓഗസ്റ്റ് 31 വരെ DGCA ഇൻഡിഗോ വിമാന കമ്പനിക്ക് സമയവും അനുവദിച്ചു. മെയ് 30 ഇത് സംബന്ധിച്ച ഉത്തരവ് DGCA പുറത്തിറക്കിയത്. ഭാരതത്തിനെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഡ്രോണുകൾ പാകിസ്ഥാന് നൽകിയത് ടർക്കിയാണെന്ന് തെളിഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ടർക്കിഷ് കമ്പനികളെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. വിമാനത്താവളങ്ങൾ പോലുള്ള തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ ടർക്കിഷ് കമ്പനികളുടെ സാന്നിധ്യം സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടികൾ. ന്യൂസ് ഡെസ്ക്, ജനം. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്നാവശ്യപ്പെട്ട് സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റി. മെയ് 31 നടന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ അവസാന യോഗത്തിലാണ് മറ്റംഗങ്ങൾ തങ്ങളുടെ പൊതു താൽപ്പര്യം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി ബീനാറാണി ഒപ്പം ചേരുന്നു. ബീനാറാണി, പിരിച്ചുവിട്ട അമ്മയുടെ തിരിച്ചുവരവ്, അതിൽ മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരണമെന്ന ആവശ്യമാണ് അഡ്ഹോക് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? കൃഷ്ണരാജ്, അമ്മ സംഘടനയിലെ ചില ഭാരവാഹികൾക്ക് നേരെ, പ്രധാനമായും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എന്ന നടന് നേരെ ഉണ്ടായ ചില ആരോപണങ്ങളെ തുടർന്നാണ് നേരത്തെ അമ്മ സംഘടന പിരിച്ചുവിടുകയും അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തത്. ആ അഡ്ഹോക് കമ്മിറ്റിയുടെ അവസാന യോഗം എന്ന് പറയാൻ കാര്യം മെയ് 22 സംഘടനയുടെ അടുത്ത ജനറൽ ബോഡി യോഗം ചേരുന്നത്. അതിനു മുമ്പായി കഴിഞ്ഞ ദിവസം മെയ് 31 നടന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗത്തിൽ മറ്റംഗങ്ങളെല്ലാം, അതായത് നിലവിലുള്ള ജനറൽ സെക്രട്ടറി മാത്രമേ രാജിവെച്ചു പോയിട്ടുള്ളൂ. ബാക്കിയുള്ള നിലവിലുള്ള അംഗങ്ങളെല്ലാം തങ്ങളുടെ താല്പര്യം മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നാണ് അറിയിച്ചത്. ഇതേ തുടർന്ന് കൃത്യമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഈ മാസം 22 നടക്കുന്ന സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിലായിരിക്കും. അന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടാവും. ഒപ്പം തന്നെ മറ്റു പദവികളിലേക്കുള്ള ഭാരവാഹികളെയും ജനറൽ ബോഡിയിൽ തീരുമാനിക്കും. അതായത് ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ സെക്രട്ടറി രാജിവെച്ച സാഹചര്യം നിലവിലുള്ളതിനാൽ തുടർന്ന് അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. മറിച്ച് പ്രസിഡന്റിന് ജനറൽ സെക്രട്ടറിയെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി അത്തരത്തിലുള്ള അംഗങ്ങളെ തീരുമാനിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ മാസം 22 നടക്കുന്ന സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടാവും. എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തന്നെ തുടരണമെന്ന് മറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഈ സ്ഥാനം തുടരാനാണ് സാധ്യത. മറ്റ് പദവികൾ സംബന്ധിച്ച തീരുമാനമെല്ലാം 22 നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിക്കും. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് അഡ്ഹോക് കമ്മിറ്റി ആവശ്യപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ബീനാറാണി. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ യാത്ര. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന സന്ദേശവുമായി നടക്കുന്ന ചലോ LOC യാത്രയ്ക്ക് വൻ സ്വീകാര്യത. പഹൽഗാമിൽ പൊലിഞ്ഞ 26 ജീവനുകളെ പ്രതിനിധാനം ചെയ്ത് 26 ബുള്ളറ്റുകളാണ് കേരളത്തിൽ നിന്ന് അതിർത്തിയിലേക്ക് കുതിക്കുന്നത്. തുടർന്നുള്ള യാത്രയിൽ കൂടുതൽ പേർ ഭാഗമാകുമെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന രാമാനന്ദൻ ജനം TVയോട് പറഞ്ഞു. സമൂഹത്തിന്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ സന്ദേശമായിട്ടാണ് ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ശാരദാ ക്ഷേത്രം വരെ യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോ ഏതാണ്ട് സേലത്തിന് 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ആശയപ്രകാരം 100 ബുള്ളറ്റുകൾ കൊണ്ട് നമ്മുടെ നിശബ്ദരാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ 100 ബുള്ളറ്റുകൾ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെ
നിലകൊള്ളുന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റുകൾ ശബ്ദിക്കും, അങ്ങനെ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ഗ്രൂപ്പായിരുന്നു, 1000-ഓളം പേര് രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പായിരുന്നു. ഒരുപാട് സ്ക്രൂട്ടനി ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, സുരക്ഷാ കാര്യങ്ങൾ, വണ്ടിയുടെ ഫിറ്റ്നസ്, ആളുകൾക്ക് സാമ്പത്തികമായി കയ്യിൽ നിന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഗണിച്ച് അങ്ങനെ നോക്കിയാണ് ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൂടെ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന സംഘത്തിൽ 26 പേരാണുള്ളത്. 26 പേരാണ് റൈഡേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ മൊത്തം 48 പേരാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അക്കമ്പനി ചെയ്യുന്ന 3 കാറുകളുണ്ട്. 26 ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സംഖ്യ കൂടിയാണ്. പെഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾ 26 നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ബുള്ളറ്റുകൾ, കേരളത്തിൽ ചെല്ലുന്ന ബുള്ളറ്റുകൾ 26 ഇടയിൽ വെച്ചൊക്കെ ഞങ്ങളുടെ കൂടെ പല സ്ഥലത്തു നിന്നും ബുള്ളറ്റുകൾ കൂടിച്ചേരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് 100 എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ന് രാവിലെ 8 മണി വരെയുള്ള കണക്കുകളിൽ രാജ്യത്താകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 3961 32 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി നന്ദൻ ഒപ്പച്ചേരുന്നു. ഈ 32-ൽ 8 കേരളത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നന്ദൻ, എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്? കൃഷ്ണജി, കേരളം, തമിഴ്നാട്, അതേപോലെ തന്നെ ഡൽഹി, കർണാടക, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോവിഡ് വ്യാപനം കൂടുതലായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ രാജ്യത്ത് ഇന്ന് 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 3961 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 32 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണങ്ങൾ ഡൽഹി, അതേപോലെ തന്നെ കേരളം, ഒപ്പം തന്നെ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് മരണമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ 47 പുതിയ കേസുകൾ കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ 483 ആക്റ്റീവ് കേസുകളായി. മഹാരാഷ്ട്രയിൽ പുതിയ 21 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ 506 ആക്റ്റീവ് കേസുകളായി. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ 331 കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടക സർക്കാർ ഇന്ന് പ്രത്യേക സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സ്കൂളിലെത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാസ്ക് ധരിക്കണം, കൊറോണ പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് കർണാടക സർക്കാരിൻ്റെ നിർദ്ദേശം. മാത്രമല്ല ഒരു പ്രത്യേക സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതിൽ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള സർക്കുലർ വ്യക്തമാക്കുന്നത് പനി, ചുമ, അതേപോലെ തന്നെ മറ്റ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന സർക്കുലറിലൂടെ. മാത്രമല്ല കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊറോണയുടെ പുതിയ വകഭേദമാണ് ഇപ്പോൾ രാജ്യത്ത് പടരുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകം. ഇത് കൂടുതൽ വ്യാപനശേഷിയുള്ളതാണ് എന്നുള്ളതാണ് ICMR വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ആഘാതം ജനങ്ങളിൽ അല്ലെങ്കിൽ രോഗികളിൽ ഇത് വലിയ ആഘാതം ഉണ്ടാക്കിയില്ലെങ്കിലും വലിയ രീതിയിലുള്ള വ്യാപനശേഷിയുള്ള NB181 എന്നുള്ള വിഭാഗമാണ് ഇപ്പോൾ രാജ്യത്ത് പടരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ BA2 അതേപോലെ തന്നെ JN1 വിഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ രാജ്യത്ത് കൂടുതലായി പടരുന്നതെങ്കിൽ ഈ ആഴ്ച സ്ഥിതി മാറ്റമുണ്ടായിരിക്കുന്നു. കൂടുതൽ ഈ വലിയ രീതിയിൽ വ്യാപനശേഷിയുള്ള വകഭേദമായ NB181 എന്നുള്ള വിഭാഗം ഇപ്പോൾ രാജ്യത്ത് കൂടുതലായി പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ICMR വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ NB181 ചൈനയിലും അതേപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ തന്നെ വലിയ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് വലിയ വ്യാപനശേഷിയുള്ള വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഒമിക്രോൺ വിഭാഗത്തിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഇത്. ഈ NB181 എന്നെങ്കിലും വലിയ രീതിയിലുള്ള ഈ വ്യാപനശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വരും ദിവസങ്ങളിൽ കൊറോണ വ്യാപനം കൂടുതൽ ശക്തമാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഈ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും കൊറോണ കേസുകളുടെ എണ്ണം, ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ ഏതാണ്ട് 100 ഇരട്ടി ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് കണക്കുകൾ 1000-ൽ താഴെ മാത്രം കണക്കുകളായിരുന്നു. എന്നാൽ അതിപ്പോൾ 3000-ലേക്ക് ഈ ആഴ്ച കുതിച്ചുയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും വരുന്ന ആഴ്ചകളിലും വലിയ രീതിയിൽ കൊറോണ കേസുകളുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൊറോണ പ്രോട്ടോകോൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് അത് പരിചിതമാണ്. കൊറോണ പ്രോട്ടോകോൾ പൂർണ്ണമായും ജനങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. അതൊരു കർശന നിർദ്ദേശമായി നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും ജനങ്ങൾ ഇത്തരത്തിലുള്ള ഈ കൊറോണ പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളതാണ് പ്രധാനമായും കുടുംബ ആരോഗ്യ ക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൃഷ്ണ, ശരി. രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 3961 പേർ രോഗബാധിതരാണിപ്പോൾ. 32 മരണങ്ങൾ, അതിൽ 8 കേരളത്തിൽ. കർണാടകയിലൊക്കെ മാസ്ക് വെച്ച് തുടങ്ങുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. മുനമ്പം സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സമരസമിതി. ബഹുഭൂരിപക്ഷം ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെയാണ് സമരം.
നിരാഹാര സമരം 233 ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സമരം വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കം ആരംഭിക്കുന്നത്. വഖഫ് വിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് മുനമ്പം ജനത. വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ സമരം സംസ്ഥാന വ്യാപകമായി നടത്തും. കോട്ടപ്പുറം രൂപത, വരാപ്പുഴ അതിരൂപത, KCBC തുടങ്ങിയവയുടെ പിന്തുണയോടെയാണ് സമരം. ഇന്ന് നിരാഹാര സമരത്തിന് 232 ദിനമാണ്. മെയ് 28 ജുഡീഷ്യൽ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രശ്നം ഉടനെ തന്നെ ഈ വരും ദിവസങ്ങളിൽ പരിഹരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ ഏതായാലും ഒരാഴ്ച കഴിയുമ്പോൾ 8 മാസങ്ങളാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ രീതിയിൽ ഇത് പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള വഴികൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോടതിയിൽ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് പുതിയ കേസുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം പുതിയ ജഡ്ജി അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെയും പുതിയ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിയമ പോരാട്ടത്തിൽ അതുപോലെ മറ്റുള്ള വഴികളിലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം ജനത നടത്തുന്ന നിരാഹാര സമരത്തിന്റെ 232 ദിനമായ ഇന്നലെ കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിലടക്കം പങ്കെടുത്തിരുന്നു. അതേസമയം ടേംസ് ഓഫ് റഫറൻസിന് അപ്പുറത്തേക്ക് ചലിക്കാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷന് മുൻപം വിഷയത്തിൽ പ്രത്യേക റോളില്ല എന്നത് റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ജനം, കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ അവസാനിപ്പിക്കുന്നു. കേസുകൾ അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു. മൊഴി നൽകിയവർക്ക് കേസ് തുടരാൻ താൽപ്പര്യമില്ലാത്തതിനാലാണ് കേസുകൾ അവസാനിപ്പിക്കുന്നത്. ആകെ 35 കേസുകൾ ഉള്ളതിൽ 21 കേസുകൾ അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകി. ബാക്കിയുള്ള 14 കേസുകളും ഈ മാസം തന്നെ അവസാനിപ്പിക്കും. മലയാള സിനിമാ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങളും. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് കേസ് തുടരാൻ താല്പര്യമില്ലാത്തതിനാലാണ് അവസാനിപ്പിക്കുന്നത്. 35 കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം അവസാനിപ്പിക്കുന്നത്. 21 കേസുകൾ അവസാനിപ്പിച്ച് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി. മറ്റ് 14 കേസുകൾ ഈ മാസം അവസാനിപ്പിക്കും. മൊഴികൾ നൽകിയവരുടെ സ്വകാര്യത മാനിച്ച് രഹസ്യ സ്വഭാവത്തിലായിരുന്നു റിപ്പോർട്ട് കൈമാറിയത്. വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്ന് റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടിരുന്നു. റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ സ്ത്രീകൾ നിരവധി നടന്മാർക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി എത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസുകളും രജിസ്റ്റർ ചെയ്തു. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നായിരുന്നു പോലീസ് നൽകിയ നോട്ടീസുകൾക്ക് ലഭിച്ച മറുപടി. കോടതിയിൽ മൊഴി നൽകാനും പലരും താല്പര്യം കാണിച്ചില്ല. 40 കേസുകളാണ് വിവിധ പരാതികളിൽ എടുത്തത്. 30ഓളം കേസുകളിൽ കുറ്റപത്രം നൽകി. മുകേഷ്, സിദ്ദിഖ്, മണിയമ്പിള്ള രാജു എന്നിവർക്കെതിരായ കേസുകളിലെല്ലാം കുറ്റപത്രം നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം കോടതിയിൽ നൽകുന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കേസുകൾ അവസാനിപ്പിക്കും. ജനം, കൊച്ചി. വിജിലൻസ് കൈക്കൂലി കേസിൽ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല. കേസിൽ അറസ്റ്റ് ചെയ്യില്ലെന്ന പ്രോസിക്യൂഷൻ അറിയിച്ചത് രേഖപ്പെടുത്തിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രോസിക്യൂഷൻ മറുപടി ഹൈക്കോടതി രേഖപ്പെടുത്തി. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ജൂൺ 11 മാറ്റി. ശക്തമായ മഴയിൽ കൂടുതൽ മനോഹരിയായിരിക്കുകയാണ് കോട്ടയത്തെ അരുവിക്കുഴി വെള്ളച്ചാട്ടം. മഴ ശമിച്ചതോടെ അരുവിക്കുഴിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങി. സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളി, ആദ്യമായിട്ട് വരുന്ന കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന നല്ല സമാധാനം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് സമാധാനം നല്ലത് കിട്ടുന്നുണ്ട്. മഴയൊന്ന് മാറി മാനം തെളിഞ്ഞു. ഇത്രയും നാൾ മഴയത്ത് തണുത്ത് ചടച്ചിരുന്നവരൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. ഇപ്പോൾ കോട്ടയത്ത് പുറത്തിറങ്ങണമെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ്. കണ്ടില്ലേ, എനിക്ക് പുറകിലിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. കോട്ടയം നഗരത്തിൽ നിന്ന് 19 കിലോമീറ്റർ ദൂരെ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഉയരത്തിൽ നിന്ന് പാൽ പോലെ നുരഞ്ഞൊരു അരുവി താഴേക്ക് കുതിക്കുന്നു. തെന്നിത്തെറിച്ച വെള്ളത്തെ ഭൂമി തൻ്റെ ആദ്യ മടിത്തട്ടിലേക്ക് സ്വീകരിക്കുന്നു. പിണങ്ങിയോടുന്ന കുഞ്ഞിനെ പോലെ വീണ്ടും താഴേക്ക് കുതിച്ച വെള്ളത്തെ വീണ്ടും ഒരു മടിത്തട്ട് ഏറ്റുവാങ്ങുന്നു. വെള്ളം പിന്നെയും താഴേക്ക് ഊർന്നു വീഴുന്നു. ഇങ്ങനെ പ്രകൃതിദത്തമായ 5 പാറക്കെട്ടുകളിലേക്ക് കുതിച്ചു വീഴുകയും ചിതറിത്തെറിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചയാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ വശ്യതയാർന്ന ഒരു നൃത്തം പോലെ.
അരുവിക്കുഴി ഇത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. വർഷത്തിലൊരു 9 മാസം വരെ ഇവിടെ വെള്ളം ഉണ്ടാവും. ജൂൺ ജൂലൈ തുടങ്ങി അങ്ങോട്ടുള്ള ഒരു 6 മാസത്തേക്ക് നല്ല വെള്ളവും, പിന്നെ വേനലിൻ്റെ ആരംഭത്തോടു കൂടി ഒരു 1-2 മാസം വെള്ളം കുറവായിരിക്കും. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിനോട് ഏറ്റവും നിയറസ്റ്റ് വന്ന് നിൽക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസും ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ സഞ്ചാരികളെ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഉള്ള രീതിയിൽ നമ്മൾ അനുവാദം കൊടുക്കുന്നുണ്ട്. നമുക്ക് സെക്യൂരിറ്റി സംവിധാനത്തിലുള്ള ആളുകൾ, ജീവനക്കാരും മതിയായ നിലയിലുണ്ട്. ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളും എത്തുന്നുണ്ട് നമ്മളിവിടെ. പഴഞ്ചൊല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പ്രാധാന്യം ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ പറയുന്നുണ്ട്. പല ഐതിഹ്യങ്ങളുള്ള നല്ല പഴക്കം ചെന്ന വെള്ളച്ചാട്ടമാണ്. ചുറ്റും ഇടതൂർന്ന റബ്ബർ തോട്ടമാണ്. DTPCക്കാണ് വെള്ളച്ചാട്ടത്തിന്റെ പരിപാലന ചുമതല. ഒരാൾക്ക് 26 രൂപ മുടക്കി ടിക്കറ്റ് എടുത്താൽ വെള്ളച്ചാട്ടത്തിന്റെ ഓരം ചേർന്ന് പടിക്കെട്ടുകളിലൂടെ താഴേക്ക് ഇറങ്ങാം. ഇരിപ്പിടങ്ങളിൽ കുശലം പറഞ്ഞ് വെള്ളച്ചാട്ടത്തെ ആസ്വദിക്കാം, ചിത്രങ്ങൾ എടുക്കാം. പ്രകൃതി തന്റെ മാന്ത്രികത കൊണ്ട് ഞെട്ടിക്കുമ്പോൾ ഞങ്ങളെ ഞെട്ടിക്കാൻ മറ്റൊരു മാന്ത്രികനെത്തി. ആഴം കുറഞ്ഞ അപകടങ്ങളില്ലാത്ത വെള്ളച്ചാട്ടം, അതാണ് അരുവിക്കുഴിയുടെ പ്രത്യേകത. വെള്ളം ശാന്തമാകുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാം. പടിക്കെട്ടുകൾ ചെന്നവസാനിക്കുന്നത് ഒരു പാലത്തിലേക്കാണ്. പാലമാകട്ടെ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി നദിക്ക് കുറുകയും. വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത നേർക്കുനേർ അനുഭവിക്കാനാകുമെന്നതാണ് അരുവിക്കുഴിയുടെ ആകർഷണം. പിച്ച് വയ്ക്കുന്ന പിഞ്ചുകൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമില്ലാതെ അരുവിക്കുഴിയെ തേടിയെത്തുന്നു. ഇവിടെ വന്നിട്ട് അടിപൊളിയാണ്, കുഴപ്പമില്ല. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. എല്ലാ ദിവസവും 100-500 പേര് വരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും വന്നിരുന്നു. കുടുംബമൊക്കെ ആയിട്ട് വന്നിരിക്കാൻ നല്ലതാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ എല്ലാവരും തന്നെ വരുന്നുണ്ട്, കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആയാലും മഴ കുറവാണ്, അതുകൊണ്ട് ആളുകൾ മിക്കവാറും കൂടുതലായിരിക്കും. സേഫ്റ്റി എല്ലാം നല്ലതാണ്. നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ഓരോ വർഷവും വികസിച്ച് വരുന്നുണ്ട്. ഏറിയും കുറഞ്ഞുമുള്ള വെള്ളച്ചാട്ടത്തിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ, പ്രകൃതിയിൽ അഴിഞ്ഞു ചേരുന്ന കുറച്ച് നിമിഷങ്ങൾ ആസ്വദിക്കണമെങ്കിൽ അരുവിക്കുഴിയിലേക്ക് വരാം. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.